യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. നല്ലൊരു ശനിയാഴ്ചയായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം കേൾക്കുവാനും അതിന് മറുപടി ലഭിക്കാനും ഇടയാകട്ടെ. എഴുതിയ കത്തിന് മറുപടി വരുന്നത് പോലെയും നമ്മൾ ഫോണിൽ അയച്ച ഒരു മെസ്സേജിന്, ഒരു ഇമെയിലിന് റിപ്ലൈ വരുന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒരു നല്ല മറുപടി കിട്ടാൻ ഇടയാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിന്നിലൂടെ നിന്നെ അറിയുന്ന ഒരുപാട് പേരറിയാനിടവരണം. നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നമ്മളിലൂടെ കുറേ ആൾക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിലുള്ളവർ, അയൽവാസികൾ പലരും അറിയാൻ ഇടവരണം. ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങളൊന്ന് വായിക്കുവാണ്. തങ്ങൾക്കു മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടു പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീ തീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരഥാന് സമീപം ഉള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ഞാൻ ഈ വാക്യം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അനേകരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വായിച്ചപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ജോർദാൻ കര കവിഞ്ഞൊഴുകുക പതിവാണ്. പക്ഷെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, തൊട്ട് അടുത്ത് കൊയ്ത്തുകാലം എന്ന്. കൊയ്ത്തുകാലത്ത് വെള്ളം അധികമായാൽ പ്രശ്നമാണ്. അധ്വാനിച്ചത് മുഴുവൻ വെറുതെയാവും. നമുക്കറിയാം, നെല്ലോ ഗോതമ്പോ ഒക്കെ കൊയ്യാറാകുമ്പോൾ മഴ പെയ്താൽ, വെള്ളം പൊങ്ങിയാൽ, പാടത്ത് വെള്ളം കയറിയാൽ അതെല്ലാം നശിച്ചു പോവും, ഒന്നും അല്ലാതാവും. അത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ചൊരു വര പോലെയാവും. അപ്പം ഇതൊരു നല്ല സമയമായിരുന്നില്ല. കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുക, അത് അവരുടെ വരുമാനത്തെ, സാമ്പത്തിക മേഖലയൊക്കെ ബാധിക്കും. വലിയ നഷ്ടമുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ അധ്വാനിച്ചു, അത് കയ്യിൽ കിട്ടുന്ന അത്രയും അടുത്തെത്തിയപ്പം എല്ലാം നഷ്ടമായി. ചുണ്ടിനും പാത്രത്തിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയില്ലേ? എല്ലാം റെഡിയായിരുന്നു, പക്ഷേ അവസാന നിമിഷത്തിൽ അതൊന്നും അല്ലാതായി. അത് ഉപകാരത്തിലെത്തിയില്ല. അത് വലിയ നഷ്ടമായിപ്പോയി. പല പ്രാവശ്യം അങ്ങനെ കേട്ടിട്ടുണ്ട്. പല കൃഷികൾ ചെയ്യുന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സമയമായ കൊയ്ത്തുകാലമായപ്പോഴത്തേക്കും ഭയങ്കര മഴയായിപ്പോയി. നല്ല കാശ് കിട്ടിയേനേം, പക്ഷേ എല്ലാം നഷ്ടമായിപ്പോയി. ആ സമയത്താണ് അവിടെ ദൈവത്തിൻ്റെ പേടകമെടുത്ത് പുരോഹിതന്മാർ ആ വെള്ളത്തിൽ തൊട്ടത്, അവരുടെ പാദ സ്പർശിച്ചത്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ആ വെള്ളം മുഴുവൻ നിശേഷം വാർന്നുപോയി. ഒരു ഭയങ്കര ദൈവീക ഇടപെടലുണ്ടായി. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ ആഗ്രഹിച്ച്, സ്വപ്നം കണ്ട്,
പ്രതീക്ഷയോടെ പഠിക്കുന്നവർ, അധ്വാനിക്കുന്നവരൊക്കെയുണ്ട്, ജോലി ചെയ്യുന്നവരൊക്കെയുണ്ട്. അവസാന നിമിഷത്തിൽ അതൊരു ഉപകാരമില്ലാതായി പോകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ ഞങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് അത് നഷ്ടമായി പോകാതിരിക്കാൻ. ഞങ്ങളുടെ കൈയെത്തുന്ന ദൂരത്തൊക്കെ വന്നതാണ്, പക്ഷെ അത് കിട്ടിയില്ല. ചിലർ പറയില്ലേ, ഇൻ്റർവ്യൂ വരെ കഴിഞ്ഞതാ, എല്ലാം പരീക്ഷയും പാസ്സായതാ, പക്ഷെ ആ സമയമായപ്പം എന്തോ ഒരു ഭാഗ്യക്കേട്, അത് ശരിയായില്ല. നമ്മുടെ കയ്യിൽ ചിലതൊക്കെ അനുഗ്രഹമായി തന്നെ വരണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു സഹായവും ഇടപെടലും വേണം. നമുക്ക് വേണം. നമ്മളെല്ലാം ജയിച്ചു, നേടി എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് അനുഗ്രഹമാകണമെങ്കിൽ, നമുക്കത് അനുഭവമാകണമെങ്കിൽ, നമുക്കത് ഉപകാരത്തിലെത്തണമെങ്കിൽ നമുക്ക് തമ്പുരാൻ്റെ കടാക്ഷം വേണം, തമ്പുരാൻ്റെ കരം വേണം. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുക, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരുക്കി തരുന്ന ഒരു നന്മയും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം ഇന്ന് എന്നും എൻ്റെ കൂടെ വേണമേ. ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കരം ഇന്നും എന്നും എൻ്റെ കൂടെ വേണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചോ? അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഒരു നാൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കരം, എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ സഹായം ഒരു ദിവസമല്ല, ഒരു മിനിറ്റല്ല, ഇന്നും എന്നും എപ്പോഴും നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുണ്ടാകണം. വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ ജോർദാൻ നദിയിൽ അവരുടെ കാൽ സ്പർശിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. അത് ചിറ പോലെ അവിടെ നിന്നു. അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ നഷ്ടങ്ങളുടെ എണ്ണം വർദ്ധിച്ചേനെ. ആ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം പോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ വചനവും നമ്മുടെ കൂടെ വേണം. ഈ വചനമൊക്കെ കേൾക്കുന്നത് വെറുതെയല്ല. ഈ വചനം നമ്മളെ സഹായിക്കും. ഈ വചനം നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കും, തകർച്ചകളിൽ നിന്ന് നമ്മളെ സഹായിക്കും, പരാജയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കും. അത് കരകവിഞ്ഞൊഴുകി നമ്മൾ സമ്പാദിച്ചതും നമ്മൾ നേടിയതെല്ലാം നശിപ്പിച്ചിട്ട് പോവില്ല. അതിനെ തടഞ്ഞു നിർത്തും, അതിനെ തടഞ്ഞു നിർത്തും. അങ്ങനെ കരകവിഞ്ഞൊഴുകി അങ്ങ് പോയാൽ നമ്മൾ അധ്വാനിച്ചത്, നമ്മൾ സ്വപ്നം കണ്ടത്, നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം ആ കൂട്ടത്തിൽ പോയി എന്ന് വരാം, നഷ്ടപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് അത് കരകവിഞ്ഞൊഴുകിപ്പോകാതിരിക്കാൻ തമ്പുരാൻ്റെ കരം അവിടെ അതിനെ തടഞ്ഞു നിർത്തി. അതിന് അവരുടെ ആ പ്രാർത്ഥന അവിടെ ഉപകാരമായി. ആ പുരോഹിതന്മാരുടെ പ്രാർത്ഥന, ആ വാഗ്ദാന പേടകം എടുക്കാൻ തോന്നിയത്, അവിടെ ആ ദൈവ പദ്ധതി പ്രകാരം അവർ വന്നതൊക്കെയാണ് അതൊരു ഗുണത്തെ കൊള്ളാൻ ഇടയായത്. നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകില്ല. നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ഈ വചനം കേൾക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങളും തകർച്ചകളും പരാജയങ്ങളൊക്കെയാണ് മാറിപ്പോകുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തെ സമർത്ഥമായിട്ടാണ് സഹായിക്കുന്നത്. അളവിൽ കൂടുതൽ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒന്നിലധികം അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ. ഒന്നിലധികം ദൈവിക ഇടപെടലുകൾ ജീവിതത്തിലുണ്ടാകട്ടെ. ഒന്നിലധികം ദൈവിക സൗഖ്യങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ ശക്തി ഓരോ വചനത്തിലുമുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള, രക്ഷയ്ക്കുള്ള, രക്ഷപ്പെടാനുള്ള ദൈവശക്തി ദൈവം വച്ചിരിക്കുന്നത് വചനത്തിനകത്താണ്. അത് നമ്മുടെ ജീവിതത്തിലുള്ള പല നന്മകളുടെയും തുടക്കമാണ്. ഒരനുഗ്രഹത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ വചനം സ്വീകരിക്കണം. ജോർദാൻ കരകവിഞ്ഞൊഴുകുമായിരുന്നു. അപ്പുറത്തോ കൊയ്യാറായ ഗോതമ്പ്, ധാന്യം എല്ലാം ഉണ്ട്, എഴുതിയിട്ടുണ്ട് കൊയ്ത്തുകാലമായിരുന്നു എന്ന്. അങ്ങനെ കരകവിഞ്ഞൊഴുകിയാൽ എല്ലാം തവിടുപൊടിയായനെ ഒരു വശത്ത് ചിന്തിച്ചാൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും
ഒന്നും അനർത്ഥങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങളൊന്നും കരകവിഞ്ഞൊഴുകാൻ പാടില്ല. അത് വലിയ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാവും. ഇന്ന് പ്രാർത്ഥിക്ക്. വാഗ്ദാനം പേടകമെടുത്ത പുരോഹിതന്മാരെ പോലെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ മേലെ ഒരു തകർച്ചയും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. തമ്പുരാൻ അതിനെ തടഞ്ഞു നിർത്തും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടിയേലെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കരവ എൻ്റെ കൂടെയുള്ളത്, എൻ്റെ കുടുംബത്തോട് കൂടെയുള്ളത്, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെയുള്ളത്. എനിക്കൊരു നഷ്ടവും വരില്ല. പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ശനിയാഴ്ച ദിവസം അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ. ഇതിൽ രോഗികളുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. ഇതിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. വീടില്ലാതെ ഭാരപ്പെടുന്നവരെ, പലവിധ പകർച്ചവ്യാധികൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ ഹോസ്പിറ്റലുകളിലോ വീടുകളിലോ ഒക്കെ ആയിരിക്കുന്നവരെ അങ്ങയുടെ കരം സൗഖ്യമാക്കണമേ. അങ്ങയുടെ അത്ഭുതകരം ഇന്നവരായിരിക്കുന്ന സ്ഥലത്ത് ചെല്ലണമേ. കർത്താവെ, ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൊടുക്കാൻ ഒത്തിരി പൈസയുണ്ട്, ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയുണ്ട്, എന്തു ചെയ്യണമെന്നറിയില്ല. പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. മരുന്ന് മേടിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, കുടുംബ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, പോയി മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും വേദനയിൽ നിന്നും പുറത്തെത്തിക്കണമേ. പുറത്തെത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനം പണി നടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന യുവതി യുവാക്കളെ ഓർക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാരക രോഗപീഠകളാൽ മരുന്ന് കഴിക്കുന്നവർ, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, കീമോ ചെയ്യുന്നവർ, എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം, അപകടം, ചതികളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല നാരകീയ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകവും പുറവും, ഭവനത്തെയും സഞ്ചരിക്കുന്ന വാഹനത്തെയും ഇടപാടുകളെയും ബിസിനസ്സിനെയും സാമ്പത്തിക ഇടപാടുകളെയും എല്ലാം അങ്ങ് സംരക്ഷിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകണമേ. നന്നായി പഠിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 വചനം കേൾക്കണം. സാധ്യമായ എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വചനം മറക്കാതെ ഒരു സുവിശേഷ വേല പോലെ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.